കാട്ടാനശല്യത്തിൽ നിന്നും മലയോര മേഖലയിലെ കർഷകരെ രക്ഷിക്കാൻ വനം വകുപ്പിന്റെ സ്പെഷ്യൽ ഡ്രൈവ്. കൊല്ലം പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ മലയോര മേഖലയിലെ കർഷകരാണ് കാട്ടാനശല്യത്തിൽ ഏറെ ദുരിതം അനുഭവിക്കുന്നത്. ജ്യോതികുമാർ ചാമക്കാല MLAയുടെ നിർദ്ദേശപ്രകാരമാണ് സ്പെഷ്യൽ ഡ്രൈവ് ഏർപ്പെടുത്തിയത്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ വനയോര മേഖലകളിൽ കാട്ടാനശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് വനം വകുപ്പിന്റെയും ജനപ്രതിനിധികളുടെയും മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയും എല്ലാ നേതൃത്വത്തിലും ഒരു സ്പെഷ്യൽ ഡ്രൈവ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അലിമുക്കിൽ നിന്നും അച്ചൻകോവിലേക്ക് പോകുന്ന പാതയിലാണ് വന്മള എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളതാണ്. ഇവിടെയാണ് ഒരു ഡ്രൈവ് നടക്കുന്നത്. വനത്തിനുള്ളിൽ വനം വകുപ്പിന്റെ നിരവധി ഏതാണ്ട് 100ഓളം ഉദ്യോഗസ്ഥർ വനത്തിനുള്ളിൽ കടന്ന് ആനയെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ അലിമുക്ക് ഭാഗത്തു നിന്നും തുരുത്തി മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രദേശവാസികളായ നിരവധി പേര് ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഈ ആന ഒരു പ്രശ്നമുണ്ടാക്കിയ സ്ഥലം. നിലവിൽ എത്രത്തോളം ശല്യക്കാരായിരുന്നു ആന? നിലവിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 2 ആഴ്ചക്ക് മുമ്പേ ഒരു പയ്യൻ വന്നപ്പോഴത്തേന് പുള്ളിക്കാരനെ രാത്രി ഒരു 8:30 സമയമായി കാണും. 8:30 ആയപ്പോഴത്തേനാണ് പുള്ളിക്കാരൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേന് ഇത് കണക്ക് ആന ഓടിക്കുകയുണ്ടായി. നിലവിൽ നമ്മുടെ അതുകണക്ക് ആനകുളം, എഴുവത്തൂര്, പടയനിപ്പാറ ഭാഗങ്ങളിൽ നിരന്തരം കൃഷിവിളകളായാലും എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എഴുവത്തൂർ ഭാഗത്ത് ഏകദേശം ഒരു മരുഭൂമിയുടെ തുല്യമാക്കി കാർഷിക വിളകളും പുള്ളും തെങ്ങും എല്ലാം നശിപ്പിച്ച ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പം നിലവിൽ ഒരു ഭീതി കാരണം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരിക്കുകയാണ്. ഏകദേശം ഒരു 10 വർഷത്തിനകത്താണ് ഇത്തരത്തിൽ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ആനയുടെ ഒരു ശല്യം ഉണ്ടാകുന്നത്. ഞാനൊക്കെ ജനിച്ചു വളർന്ന ഒരു നാട് കൂടിയാണ്. എൻ്റെയൊക്കെ ഓർമ്മയിൽ പോലും ഇവിടെ ആനയുടെ ഒരു ശല്യം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഈ നെടുമ്പത്തൂർ മേഖലകളിൽ അതിരൂക്ഷമായ രീതിയിലുള്ള ആന പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ആനയുടെ ആ ശല്യം എത്രത്തോളം? ഞാൻ യഥാർത്ഥത്തിൽ ഈ പ്രദേശത്തുള്ള ആളല്ല എങ്കിൽ പോലും ദീർഘകാലമായി ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് വന്യമൃഗങ്ങളുടെ ശല്യം. അതിനൊരു ശാശ്വത പരിഹാരത്തിനായി ഒട്ടനവധി പേരുടെ പരിശ്രമ ഫലമായിട്ട് ഇവിടെ തീവ്രമായ ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പത്തനാപുരം MLA എനിക്ക് തോന്നുന്നു രാവിലെ 5 മണിക്ക് തന്നെ അവിടുന്ന് പുറപ്പെട്ട് ഇവിടെ വന്ന് നേരിട്ട് നടത്തുന്ന ഒരു മേൽനോട്ടത്തിലാണ് ഈ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റിൻ്റെയും അതുപോലെ തന്നെ സർക്കാർ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം, റവന്യൂവും പോലീസും ഒക്കെ, ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ള മുഴുവൻ പേരുടെയും തീവ്രമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഇവരൊരു ട്രാക്ക് നിശ്ചയിച്ച് അതിലൂടെ 2 ആനകളെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അതുവഴി ഇപ്പോൾ കടന്നു വരികയാണ്. ഈ റോഡ് ക്രോസ് ചെയ്ത് ജനവാസ കേന്ദ്രത്തിൻ്റെ അപ്പുറത്തേക്ക് ആനയെ വിടാനുള്ള തീവ്രമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ ഒരു ദൗത്യമാണ് ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇവിടുത്തെ മുൻ വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഒക്കെയാണ്, ഈ പ്രദേശവാസികൾ കൂടിയാണ്. ഇത് വിജയ് ദൗത്യമാണോ? ഇത് ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് ഇങ്ങനെ ഈ ഒരു പദ്ധതി വിജയിച്ചതാണ്. പല സ്ഥലങ്ങളിൽ ഈ ഒരു റൈഡ് നടത്തി, എലഫന്റ് റൈഡ് എന്ന് പറഞ്ഞ് നടത്തി വിജയിച്ചതാണ്. അപ്പോൾ ഈ മുൻകാലങ്ങളിൽ നമ്മുടെ 10 വര ആ ഭാഗത്ത് ആന ഇറങ്ങിയ സമയത്ത് അപ്പോൾ അവിടെ ഒരു റൈഡ് നടത്തിയുണ്ടായി. ഇപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ ആനയെ അവിടെ നിന്ന് ഓടിക്കാൻ സാധിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ആന ഇവിടെ വന്നു. ഒന്നാമത്തെ കാര്യം, ഇതൊരു പ്ലാന്റേഷൻ മേഖലയാണ്. അത് ഫോറസ്റ്റിൻ്റെ പ്ലാന്റേഷനാണ്. ഇവിടെ മുൻകാലങ്ങളിൽ ഇങ്ങനെയുള്ള വന്യമൃഗങ്ങൾ വരുത്തില്ലായിരുന്നു. റിസർവ് വനങ്ങളിലാണ്. ഇപ്പം കറവൂരിന് അപ്പുറത്തോട്ട് പോകുമ്പോഴാണ് റിസർവ്. അവിടെ മാത്രമാണ് വലിയ ആനകളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം അടുത്ത സമയത്താണ് ഇങ്ങനെ അതിൻ്റെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി കൃഷി നശിപ്പിക്കുക, വയലുകളിലൊക്കെ ഇറങ്ങി ഇവിടെ നിരന്തര ശല്യമാണ്. ഇപ്പോൾ അത് ഈ അടുത്ത സമയങ്ങളിലൊക്കെയാണ് ഒരുപാട് കൃഷിനാശം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ പിന്നെ ജനങ്ങൾ ഭീതിയിലാണ്. അപ്പം ജനങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്, യാത്രക്കാർക്ക് തടസ്സമാകുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇതിങ്ങനെ രൂക്ഷമായത്. MLAയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ഡ്രൈവ് നടക്കുന്നത്. നമ്മൾ എത്രത്തോളം ഈ ഡ്രൈവ് വിജയം കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കുന്നു? ഇവിടെ ഉദ്യോഗസ്ഥർ, ഫോറസ്റ്റിൻ്റെയും പോലീസിൻ്റെയും റവന്യൂവിൻ്റെയും ദുരിതകർമ്മസേനയുടെയും ഒക്കെ ഉദ്യോഗസ്ഥർ, അതിനപ്പുറത്തേക്ക് ജില്ലാതല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ടാണ് ജനവാസ മേഖലയിൽ കുടുങ്ങിപ്പോയ ആനയെ വനത്തിലേക്ക് മടക്കി അയക്കാൻ ശ്രമിക്കുന്നത്. ഇത് 2ാമത്തെ ദൗത്യമാണ്. ആദ്യത്തെ ദൗത്യം പരാജയപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ രാവിലെ 6 മണിക്ക് തന്നെ ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. 2 ആനകളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെ ഈ പറഞ്ഞതുപോലെ ഉൾവനത്തിലേക്ക് മടക്കി അയക്കാനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. ഏതായാലും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉണ്ട്, കോൺഗ്രസിന്റെ തന്നെ സുധീർ മുലയിലുണ്ട്. ഈ ദൗത്യം എത്രത്തോളം വിജയകരമാണ്? ഇന്ന് പൂർണ്ണമായിട്ട് വിജയിച്ചു. ബഹുമാന്യ MLA ജ്യോതികുമാർ ചാമക്കാല 6 മണിക്ക് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ അവിടെ വന്നു. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി
ഞങ്ങൾ എല്ലാവരുടെയും കൂടെ ഉണ്ട്. MLA നടത്തുന്ന ഈ ദൗത്യം പൂർണ്ണമായിട്ട് വിജയിക്കും. ഇതുപോലെ നമ്മുടെ കിഴക്കൻ മേഖലയിൽ ആനയുടെ ശല്യം ഏറ്റവും കൂടുതൽ നമുക്ക് നേരിട്ട് അനുഭവസ്ഥർ കൂടിയാണ്. അപ്പോൾ എത്രത്തോളം നമുക്കത് ഫലപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. കേരളത്തിലെ ഏറ്റവും രൂക്ഷമായ വന്യമൃഗശല്യമുള്ള ഒരു ജില്ല ഇപ്പോൾ കൊല്ലം ജില്ലയായി മാറി. അതിൽ പത്തനാപുരം ഏറ്റവും രൂക്ഷമായ വന്യമൃഗശല്യമുള്ള ഒരു പ്രദേശമായി മാറിയിട്ട് ഇത് കാലങ്ങൾ കുറേ ആയി. എങ്കിൽ പോലും നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു ജനപ്രതിനിധി ജനവാസ മേഖലയിലെ ജനങ്ങൾക്ക് ദ്രോഹകരമാകുന്ന തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന വളരെ ഗഹനമായി പഠിച്ചതിന് ശേഷം വനപാലകരും ദ്രുതകർമ്മസേനയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും നാട്ടുകാരും ഒക്കെ പഞ്ചായത്തുമൊക്കെയായി സംയുക്തമായി ചേർന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഇതിനെ ഒന്ന് തുരത്തുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം നടത്തി. പക്ഷെ അത് വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. എങ്കിൽ പോലും പിന്മാറുവാൻ തയ്യാറാകാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു നിശ്ചയദാർഢ്യം, എന്നെ വിജയിപ്പിച്ച എൻ്റെ ജനങ്ങൾക്കൊപ്പം ഞാൻ ഉണ്ടാകും എന്ന ആ ബോധ്യത്തോടു കൂടി ജനപക്ഷത്ത് നിന്നുകൊണ്ട് ആ ആനയെ തുരുത്തുന്നതിന് വേണ്ടിയുള്ള രണ്ടാം ഘട്ട ശ്രമമാണ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. പഴുതടച്ചുള്ള ഒരു ശ്രമമാണ് ഇന്ന് ആരംഭിച്ചത്. രാവിലെ 6 മണിക്ക് തന്നെ ബഹുമാനായ MLA ഈ ഡിപ്പാർട്ട്മെന്റുകളെ യോജിപ്പിച്ചുകൊണ്ട് ഈ വനമേഖലയിലേക്ക് വളരെ ഇതുമായി ബന്ധമുള്ള അല്ലെങ്കിൽ വളരെ പരിചയസമ്പന്നരായ വാച്ചർമാരെയും അതുപോലെ തന്നെ ദ്രുതകർമ്മസേന RRT അടക്കമുള്ള സംഘങ്ങളെ കയറ്റിവിട്ട് ആനയെ ഇപ്പോൾ കുറേ ഭാഗത്തേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. ഇത് വിജയകരമായി പര്യവസാനിക്കുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് വനപാലകരിൽ നിന്നും. അതിൽ ബഹുമാനായ DFO ഷാജികുമാർ IFS അദ്ദേഹവും വളരെ ആത്മാർത്ഥമായി ഈ വനപാലകർക്ക് നിർദ്ദേശം നൽകി MLAക്കൊപ്പം ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് പിന്തുണയുമായി ഒപ്പമുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. കഴിഞ്ഞ ഒരു ദൗത്യം പരാജയപ്പെട്ട സാഹചര്യത്തിൽ അതിൽ നിന്നുള്ള അനുഭവങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പ്ലാനിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. പൂർണ്ണമായും വിജയം കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18, പുനലൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.